புலி எங்கே இருக்குது, பொன்னியின் செல்வன் எங்கே இருக்குது? புலி, பொன்னியின் செல்வன். അണ്ണന്റെ പടത്തിന്റെ വെറൈറ്റി ഇല്ല എന്നും കേട്ട് മടുത്ത വിജയണ്ണൻ ഇന്നാ പേടി നിന്റെയൊക്കെ വെറൈറ്റി ഒന്നും പറഞ്ഞേ കളിക്കുടുക്കയിലെ പോലൊരു കഥയും കൊണ്ട് അണ്ണൻ പണ്ണി ഒരു പണ്ണൽ. അവന്മാർക്ക് ചേഞ്ച് വേണോത്രേ, ആ തടികൾക്ക് നമുക്ക് ചേഞ്ച് കൊടുക്കാം. പുലി, ഇത് അതിശയ പുലി, ഇത് അപൂർവ പുലി, ഇത് അംശമാണ് പുലി. അപ്പോൾ പടം തുടങ്ങുമ്പോൾ തന്നെ വൈരനല്ലൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നീല കണ്ണുകളുള്ള പ്രേത പല്ലുകളുള്ള അസുരവർഗമായ വേതാളങ്ങൾ വന്ന് ഭരണം കൈയെടുക്കുന്നിടത്താണ് അവരാ ഗ്രാമത്തിലെ ഗ്രാമവാസികളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാവും. അപ്പൊ ഒരു ഗ്രാമത്തിന് ഒരു പ്രശ്നം വന്നാൽ എന്താ ഉണ്ടാവെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. യെസ് ഗൈസ്, ആ ഗ്രാമത്തിനെ രക്ഷിക്കാൻ വേണ്ടി ചെറുപ്പകാലത്തെ വിജയണ്ണൻ ആ ഗ്രാമത്തിലേക്ക് ഒഴുകി വരികയാണ്. എന്റെ ഗ്രാമത്തിൽ അയ്യ എന്ന് പേരുള്ള ഒരുത്തൻ അവനെ സ്വന്തം മോനെ പോലെ എടുത്ത് വളർത്തുകയാണ്. അങ്ങനെ അവൻ വളർന്ന് വലുതായി അതിശക്തരായ വേതാളങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് ആ ഗ്രാമത്തിനെ രക്ഷിക്കാൻ വന്ന വിജയണ്ണനായി മാറും. ഇതിൽ വിജയണ്ണൻ ഈ ഗ്രാമത്തിനെ രക്ഷിക്കുന്നത് ഒരു പ്രത്യേക തരത്തിലാണ്. അതായത് ആ ഗ്രാമം ആക്രമിക്കാൻ വരുന്ന വേതാളങ്ങളെല്ലാം നമ്മുടെ വിജയണ്ണൻ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാട്ടി വെറുപ്പിച്ച് അവിടുന്ന് പറഞ്ഞയക്കും. ഞങ്ങളുടെ ചേട്ടൻ പിടാലി ആളെ വിട്ടും കോടാലി, ഞങ്ങളുടെ ചേട്ടൻ പിടാലി ആളെ വിട്ടും കോടാലി. ഇങ്ങനെ ആ ഗ്രാമത്തിനെ രക്ഷിച്ച് നൈസായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വിജയണ്ണന്റെ കാമുകി പവിഴമല്ലി ഒരു വലിയ കോഴ്സിന്റെ ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് പട്ടണത്തിൽ നിന്ന് ആ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരുന്നത്. വലിയ കോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ദാ ഈ പ്രായത്തിൽ പഠിക്കാൻ പോയ പവിഴമല്ലി ദാ ഈ പ്രായമായപ്പോഴാണ് കോഴ്സ് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വന്നത്. അതെന്ത് കോഴ്സ്? സോ ഗൈസ്, നമ്മുടെ വിജയണ്ണന് പവിഴമല്ലിയോട് ഭയങ്കര ട്രൂ ലവ് ആണ്. അതായത് പവിഴമല്ലി ആ വലിയ കോഴ്സ് പഠിക്കാൻ പോയത് മുതൽ ഇന്ന് വരെ വിജയണ്ണൻ മറ്റൊരു പെണ്ണിനായിട്ട് റിലേഷൻ പോയിട്ട് മറ്റൊരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. ഞാൻ ഇത് തറപ്പിച്ച് പറയാൻ ഒരു വലിയ കാരണമുണ്ട്. അത് എന്താന്ന് വെച്ചാൽ ആ പവിഴമല്ലി കോഴ്സ് പഠിക്കാൻ പോയ പിന്നെ ഒറ്റ തടിയായി നടന്ന് നമ്മുടെ വിജയണ്ണന്റെ കൈ മൊത്തം തഴമ്പിച്ചിരിക്കുകയാണ്. അത്രയും വലിയ ട്രൂ ലവ് ആണ്. അങ്ങനെ കോഴ്സ് കഴിഞ്ഞു വന്ന പവിഴമല്ലിയും വിജയണ്ണനും ആ ഗ്രാമത്തിൽ പ്രേമിച്ച് നടക്കും. അവസാനം വിജയണ്ണൻ പവിഴമല്ലിയെ ഒരു കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി കല്യാണവും കഴിക്കും. അതോടെ നമ്മൾ വിചാരിക്കും വിജയണ്ണന്റെ കയ്യിലെ തഴമ്പൊക്കെ ഇനി മായാൻ പോവുകയാണെന്ന്. ബട്ട് ഇല്ല ഗൈസ്, ആ തഴമ്പ് അങ്ങനെയൊന്നും മായില്ല. ആ കല്യാണം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ പവിഴമല്ലിയെ ആ വേതാളങ്ങൾ വന്ന് കിഡ്നാപ്പാക്കി കൊണ്ടുപോകും. മാത്രമല്ല അവളെ കിഡ്നാപ്പാക്കുമ്പോൾ ആ വേതാളങ്ങൾ നമ്മുടെ വിജയണ്ണൻ എടുത്തു വളർത്തിയ അയ്യനെയും കൊല്ലും. അതോടുകൂടി തന്റെ കാമുകി പവിഴമല്ലിയെ രക്ഷിച്ച് കയ്യിലെ തഴമ്പ് മായ്ക്കാനും തന്റെ അയ്യന് കൊന്നതിന് പ്രതികാരം തീർക്കാനും നമ്മുടെ വിജയണ്ണൻ ആ വേതാളങ്ങളുടെ കോട്ടയിലേക്ക് പോവാൻ തീരുമാനിക്കുകയാണ്. അതോടെ ഒരു സെന്റർ ഫ്രഷിന്റെ ജെല്ലെടുത്ത് കണ്ണിൽ തെച്ച് കണ്ണ് വേതാളങ്ങളുടെ പോലെ നീല കളറാക്കി അവരെ പോലെ ഒരു വെപ്പുവല്ലും വെച്ച് നമ്മുടെ വിജയണ്ണനും കൂട്ടുകാരും വേതാളങ്ങളോട് പ്രതികാരം തീർക്കാൻ വേണ്ടി യാത്രയാവുകയാണ്. അപ്പൊ ഈ വേതാള കോട്ടയിലേക്കുള്ള വഴി അറിയാൻ വേണ്ടി അണ്ണൻ ആദ്യം തന്നെ ലില്ലിപൂട്ട് ഐലൻഡിലേക്ക് പോകും. എന്നിട്ട് അവരുടെ ഒപ്പം പവിഴമല്ലി പോയതിന്റെ വിഷമം സഹിക്കാൻ വയ്യാണ്ടേ പവിഴമല്ലിനെ ആലോചിച്ചൊരു ഡാൻസ് കളിക്കും. അവസാനം ആ ഡാൻസ് ഒക്കെ കഴിഞ്ഞതും വിജയണ്ണൻ അവന്മാരുടെ വേതാളക്കോട്ടയിലേക്കുള്ള വഴി ചോദിക്കും. അപ്പൊ അവന്മാര് പറയും ഞങ്ങൾക്കൊന്നും അറിയില്ല, നീ പോയി സംസാരിക്കുന്ന ആമയോട് ചോദിക്കുമെന്ന്. അങ്ങനെ നമ്മുടെ അണ്ണൻ അതും കേട്ട് സംസാരിക്കുന്ന ആമയുടെ അടുത്ത് പോയി വഴി ചോദിക്കും. അപ്പൊ ആമ പറയും എനിക്കൊന്നും അറിയാമല്ല, നീ പോയാ പീപ്പി ഊതിയാൽ വരുന്ന തവളയോട് പോയി ചോദിക്കാൻ പറയും. അങ്ങനെ അതും വിശ്വസിച്ച് നമ്മുടെ അണ്ണൻ പീപ്പി ഊതി തവളയെ വരുത്തി തവളയോട് വേതാളക്കോട്ടയിലേക്കുള്ള വഴി ചോദിക്കും. അപ്പൊ ഉണ്ടടാ കാമ തവള നമ്മുടെ അണ്ണനോട് പറയാണ് അവന്റെ പിന്നാമ്പുറം നക്കി കൊടുത്താൽ വഴി കാണിച്ചു തരാമെന്ന്. അവസാനം ഗതി കെട്ട നമ്മുടെ അണ്ണന്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് തവളയ്ക്കൊന്ന് നക്കി കൊടുക്കും. ആ നക്കല് കിട്ടിയതും ആ തവള നമ്മുടെ അണ്ണന് വേതാളക്കോട്ടയിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ്. എടാ എന്നാലും ഇവന്മാരി തവളയ്ക്ക് റിം ചെയ്ത് കൊടുക്കുന്ന പരിപാടിയൊക്കെ എങ്ങനെടാ അണ്ണനെ പറഞ്ഞ് കൺവിൻസ് ആക്കിയത്? സോ ഗൈസ്, അങ്ങനെ നമ്മുടെ വിജയണ്ണൻ വേതാള ദേശത്ത് എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വിജയണ്ണൻ അതുവഴി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് തേടിയ വള്ളി കാലിൽ ചുറ്റിയതുപോലെ അത് കാണുന്നത്. അതെന്താന്ന് വെച്ചാൽ വേതാളക്കോട്ടയുടെ യുവരാജകുമാരി ഹൻസിക മൊഡ്വാനിയെ ഒരു കരിമ്പുലി വന്ന് ആക്രമിക്കുന്നു. അത് കണ്ടതും വിജയണ്ണൻ ഹൻസികയെ രക്ഷിക്കാൻ വേണ്ടി ആ ചാടുന്ന പുലിയെ ചാടി പിടിച്ചൊരു കുറ്റിക്കാട്ടിലേക്ക് ഇടും. എന്നിട്ട് അങ്ങനെ അതിസാഹസികമായി ഹൻസിക മോഡ്വാനിയെ രക്ഷിക്കുകയാണ് വിജയണ്ണൻ. സോ അതിന് പ്രത്യുപകാരമായി ഹൻസിക വിജയണ്ണനെ അങ്ങനെ തേടി നടന്ന വേതാളക്കോട്ടയിലേക്ക് കൊണ്ടുപോയി ഒരു ഐറ്റം ഡാൻസ് കളിച്ചു കൊടുക്കും. അതിപ്പോ ലാഭായല്ലോ.
അപ്പോ ഗൈസ് ഈ വേതാളക്കോട്ടയിൽ ആരൊക്കെയാ ഉള്ളതെന്ന് ചോദിച്ചാൽ ഹൻസികയും അവളുടെ മദർ വേതാള രാജ്ഞിയും പിന്നെ ഒരു സൈന്യാധിപനും. അപ്പൊ ഈ വേതാള രാജ്ഞിയെ പറ്റി പറയുകയാണെങ്കിൽ അവർക്ക് നിന്ന നിൽപ്പിൽ അപ്രത്യക്ഷമാവാൻ പറ്റും. ബറോസിലെ ലാലേട്ടനെ പോലെ ചുമരിന്റെ മേലെ കൂടെ നടക്കാൻ പറ്റും. പിന്നെ അവരുടെ കൈ റബ്ബർ ബാൻഡ് പോലെ നീളും. ഇവനെന്താ റബ്ബറും പാല കുടിക്കുന്നത് വലിയ. സോ അങ്ങനെ ഈ വേതാളക്കോട്ടയിൽ ഒരു അതിഥിയായി നടന്നന്വേഷിച്ച് വിജയണ്ണൻ പവിഴമല്ലി അവർ കിഡ്നാപ്പാക്കി വെച്ച സ്ഥലം കണ്ടുപിടിക്കുകയാണ്. മാത്രമല്ല അവർ അവളെ കിഡ്നാപ്പാക്കി വെച്ചിരിക്കുന്നത് സൂര്യഗ്രഹണ സമയത്ത് ബലി കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നും വിജയണ്ണൻ മനസ്സിലാക്കുകയാണ്. ആ സമയത്താവും നമ്മുടെ വിജയണ്ണൻ അവിടുന്ന് ആ സൈന്യാധിപൻ വന്ന് പൊക്കുന്നത്. അതോടെ അവർക്കെല്ലാം ഭയങ്കര സംശയമാവുകയാണ്. വിജയണ്ണൻ ശരിക്കും വേതാളം തന്നെയാണോ അതോ വേതാളത്തെ പോലെ അഭിനയിക്കുന്നതാണോ എന്നൊക്കെ. സോ ആ സൈന്യാധിപൻ അണ്ണൻ വേതാളം തന്നെയാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പരീക്ഷണം നടത്തുകയാണ്. അതെന്താന്ന് വെച്ചാൽ വേതാള ശക്തിയുള്ളവർക്ക് മാത്രം കടന്നു പോകാൻ പറ്റുന്ന തീ കൊണ്ടുള്ള ഒരു പുട്ടുകുറ്റിയുണ്ട്. അതിലൂടെ നമ്മുടെ അണ്ണനെ കടത്തിവിടും. ആൻഡ് അതിനുള്ളിലൂടെ നടന്ന് അണ്ണൻ അപ്പുറത്തെത്തിയാൽ അണ്ണൻ വേതാളമാണത്രേ. പക്ഷെ അപ്പുറത്തെത്തിയില്ലെങ്കിൽ സാധാരണ മനുഷ്യരെ പോലെ അണ്ണനും ഒരു ചാരമായി തീരും. സോ ഗൈസ് അങ്ങനെ ആ ടെസ്റ്റ് നടത്താൻ വേണ്ടി ആ സൈന്യാധിപൻ നമ്മുടെ പാവം വിജയണ്ണനെ ആ പൊട്ടുകുറ്റിയുടെ ഉള്ളിലൂടെ നടത്തിക്കുകയാണ്. അപ്പൊ നമ്മൾ എല്ലാവരും വിജയണ്ണൻ തീർന്നു എന്ന് വിചാരിച്ചിരിക്കുകയാവും. പക്ഷെ അവിടെയാണ് ഒരു ട്വിസ്റ്റ്. ഗൈസ് നമ്മുടെ വിജയണ്ണൻ ആ തീ പിടിച്ച പുട്ടുകുറ്റിയുടെ ഉള്ളിൽ നിന്ന് പുട്ട് പോലെ ഇറങ്ങി വരും. എന്നിട്ട് താനൊരു വേതാളം തന്നെയാണെന്ന് തെളിയിക്കുകയാണ്. Bro, what are you talking about, man? അപ്പൊ ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവാതെ നമ്മളും വിജയണ്ണനും ഒക്കെ വണ്ടടിച്ചിരിക്കുമ്പോഴാണ് ഒരു അമ്മാവൻ വന്ന് നമ്മുടെ വിജയണ്ണനെ ഒരു മൂലയ്ക്ക് വിളിച്ചു കൊണ്ടുപോയി ആ ഫ്ലാഷ് ബാക്ക് പറയുന്നത്. അതെന്താന്ന് വെച്ചാൽ പണ്ട് ഈ വേതാള ദേശത്തെ രാജ്ഞി നാട്ടുകാർക്കൊക്കെ നല്ലത് മാത്രം ചെയ്തിരുന്ന ഒരു നന്മ മരമായിരുന്നു. പക്ഷെ അത് അധികാരമോഹിയായ അവരുടെ സൈന്യാധിപന് തീരെ ഇഷ്ടമാവില്ല. സോ അയാൾ ഒരു മന്ത്രവാദിയുടെ അടുത്ത് പോയി ഒരു മോതിരത്തിൽ പുക കയറ്റി അത് രാജ്ഞിയുടെ മേത്ത് തുറന്നു വിട്ടും അവർക്കൊരു മാന്ത്രിക ദണ്ഡ് കൊടുത്തും ആ രാജ്ഞിയെ ഒരു ഈവിൾ ലേഡിയാക്കി മാറ്റുകയാണ്. എന്നിട്ട് അവരെ കൊണ്ട് ആ നാട്ടുകാരെ മൊത്തം ഉപദ്രവിക്കാൻ തുടങ്ങും. ഇങ്ങനെ അവരെ നാട്ടുകാരെയൊക്കെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിൽ നിന്നെല്ലാം ആ പാവം പിടിച്ച് നാട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരു രക്ഷകൻ എത്തുന്നത്. അത് മറ്റാരുമല്ല ഗൈസ്, വിജയണ്ണൻ ആസ് വേതാളം പുലീന്ദ്രൻ. മൂപ്പര വേതാളങ്ങളുടെ അക്രമത്തിൽ നിന്നൊക്കെ ആ നാട്ടുകാരെ മൊത്തം രക്ഷിക്കുകയാവും. ആ സമയത്താണ് അത് നടക്കുന്നത്. ഒരു ദിവസം ആ സൈന്യാധിപൻ വന്ന് ആ ഗ്രാമത്തിലെ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുമെന്ന് പറഞ്ഞ് കത്തി പുറത്ത് നിർത്തും. എന്നിട്ട് ആ കുഞ്ഞുങ്ങളെയൊക്കെ വെറുതെ വിടണമെങ്കിൽ പുലീന്ദ്രൻ വിഷം കുടിച്ച് ചാവണമെന്നും പറയും. അത് കേട്ടതും നമ്മുടെ പുലീന്ദ്രൻ വിജയൻ ആ പിഞ്ചു കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അവര് കൊടുത്ത വിഷം കുടിച്ച് ചാവുകയാണ്. അങ്ങനെ പുലീന്ദ്രൻ ഡെഡാവും. അതിനുശേഷം ആ വേതാളങ്ങൾ പുലീന്ദ്രന്റെ മോനെ കൊല്ലാൻ വേണ്ടി നടക്കുകയാവും. അപ്പോഴേക്കും അതാ ആ കൊച്ചിനെ കുറെ കിളികൾ വന്നെടുത്ത് കൊണ്ടുപോയി വെള്ളത്തിൽ ഒഴുക്കി വിടും. അങ്ങനെയാണ് ഗൈസ് ഈ വിജയണ്ണനെ മറ്റേ അയ്യനെ കിട്ടിയതും കാര്യങ്ങളൊക്കെ ഇവിടെ വരെ എത്തിയതും. അങ്ങനെ അവിഞ്ഞ ഫ്ലാഷ് ബാക്ക് കേട്ടതും ആകെ ദേഷ്യം വന്ന വിജയണ്ണൻ തന്റെ വേതാള ശക്തി പുറത്തെടുത്ത് സെന്റർ ഫ്രഷ് ഇല്ലാതെ കണ്ണ് നീലിപ്പിച്ച് വേതാളക്കോട്ടയിലേക്ക് പോവുകയാണ്. എന്നിട്ട് വിജയണ്ണൻ അവിടെ ഒരു വൻ ഫൈറ്റ് നടത്തി ആ സൈന്യാധിപനെ കുത്തിക്കൊല്ലും. എന്നിട്ട് നമ്മുടെ പവിഴമല്ലിയെ ബലി കൊടുക്കാൻ നിൽക്കുന്ന രാജ്ഞിയുടെ അടുത്ത് പോയി അവരുടെ ആ ഈവിൾ ശക്തികളൊക്കെ സ്റ്റോർ ആക്കി വെച്ച ആ മാന്ത്രിക ദണ്ഡൊടച്ച് അവരുടെ ഉള്ളിലെ ഈവിൾ ശക്തിയെ മൊത്തം പുറത്തെടുത്ത് ആ രാജ്ഞിയെ വീണ്ടും നന്മയുടെ നിറകുടമാക്കുകയാണ്. അവസാനം ആ കോട്ടയിൽ നിന്നും പവിഴമല്ലിയും എടുത്ത് തന്റെ കൈയിന്റെ തഴമ്പ് മായ്ക്കാൻ വേണ്ടി വിജയണ്ണൻ യാത്രയാവുകയാണ്. പടം കഴിഞ്ഞ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI5, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോ, അർജുനൻ, ബലറാം, വസുതാരത, സ്ലൈ ലെവലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ റേ കമ്പകൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.